ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 47 ആണ്. അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD, സബ് എഞ്ചിനീയർ, പമ്പ് ഓപ്പറേറ്റർ, ITA ലെവലിലുള്ള ഇലക്ട്രീഷ്യൻ എക്സാംസിനെല്ലാം യൂസ്ഫുൾ ആയിരിക്കും. നമ്മളിതിൻ്റെ എല്ലാം കോച്ചിങ് കൊടുക്കുന്നുണ്ട്, ഓൺലൈൻ കോച്ചിങ് ആണ്. ഇൻട്രസ്റ്റ് ആയവർക്ക് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഡെയിലി നമുക്ക് 2 hours അക്കാഡമി ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നമ്മളിപ്പോൾ ടോപ്പിക് വൈസ് MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഡിസ്കഷനുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് 2 ക്ലാസ് ഉണ്ട്. 10:30 ഒരു ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ 3 മണി രാത്രി 8 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. അങ്ങനെ 2 ക്ലാസ്സാണുള്ളത്. അതുപോലെ നാളെ നമുക്ക് ഇലുമിനേഷൻ്റെ ഒരു എക്സാമാണ് ടോപ്പിക് വൈസ്. നാളെ നമുക്ക് 2 ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാഡമിയിൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ്, ന്യൂ ബാച്ച് കോഴ്സസ് റണ്ണിങ് ആണ്. 7th ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നൊരു ബാച്ചാണ് 2021. 90 ഡേയുടെ കോഴ്സാണ്. ഫോർ LDC മെയിൻ എക്സാം ആണ്. 10th ലെവൽ ന്യൂ സിലബസ് പ്രകാരമാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. ടോപ്പ് 11 എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ്. ഓരോ സബ്ജക്റ്റിനും ഓരോ ടീച്ചേഴ്സാണ്. അതുപോലെ തന്നെ 8th ജൂലൈ 2021 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ചാണ്. 100 ഡേയുടെ ബാച്ച് കോഴ്സാണ്. 12th ലെവൽ മെയിൻ എക്സാം ആണ്. അതും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ്. ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ബാച്ചസ് ആണ്. 1st ജൂലൈ 2021 സ്റ്റാർട്ട് ചെയ്ത് 70 ഡേയുടെ കോഴ്സ് ഫോർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഓർ ഡിഗ്രി ലെവൽ എക്സാംസ്. അതുപോലെ തന്നെ നമ്മുടെ 23rd ജൂണിൽ സ്റ്റാർട്ട് ചെയ്ത കംപ്ലീറ്റ് കോഴ്സ് ഓൺ HSC സോഷ്യൽ സയൻസ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ളൊരു ഓഫറാണ്, ഈ മാസത്തെ ഓഫറാണ്. ജൂലൈ 4, 11, 18, 25 2 PM പ്രിലിംസ് സെലക്ട് സെക്രട്ടറി അസിസ്റ്റൻറ്റ് എക്സാംസിന് അൾട്ടിമേറ്റ് ഉള്ള മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. അപ്പോൾ LDC എക്സാംസ് 8 PM അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് കിട്ടുന്നവർക്ക്, ഫസ്റ്റ് കിട്ടുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ള 1 year സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. 2nd to 5th കിട്ടുന്നവർക്ക് 75% സ്കോളർഷിപ്പ് ഓൺ 1 year സബ്സ്ക്രിപ്ഷൻ ആണ്. 6th to 10th വരുന്നവർക്ക് 50% സ്കോളർഷിപ്പ് ഓൺ 1 year സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ അത് നിങ്ങൾ ഇന്ന് തന്നെ അതിൻ്റെ ടെസ്റ്റസ് ഒക്കെ ഒന്ന് എഴുതി നോക്കി അറ്റൻഡ് ചെയ്യുക. ഈ പറയുന്ന ഡേറ്റ്സിലൊക്കെ ടെസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ജൂലൈയിലുള്ളൊരു ഓഫറാണ് 3+1 കോംബോ, 12+2 കോംബോ. 3 മാസം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 1 മാസവും കൂടി സൗജന്യമായി നൽകുന്നു. അതുപോലെ 12 മാസം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 2 മാസവും കൂടി സൗജന്യമായി നൽകുന്നുണ്ട്. ഇതൊരു 11th ജൂലൈ മാത്രമേ വരെയുള്ളൂ ഈ ഒരു ഓഫർ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊരു മാക്സിമം ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ഓരോ മാസത്തിന് ഫീസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 10% ഓഫ് ഇടും. മൈ റെഫറൽ കോഡ്, ഏത് കോഴ്സ് ചേർന്നാലും മൈ റെഫറൽ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 10% സിനു ആൻസർ മൈ റെഫറൽ കോഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇതൊക്കെ സജസ്റ്റ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ 10% ഓഫർ ലഭിക്കും. പ്ലസിലോട് ചേർന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സിലബസും അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റും അൺലിമിറ്റഡ് PDF നോട്ട്സും റെഗുലർ ഡൗട്ട് ക്ലിയർ സെഷൻ ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സും ആയിരിക്കും. ഇതാണ് നമ്മുടെ അക്കാഡമി. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസിലോട്ട് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഓസിലേറ്റർ കൺവേർട്സ് AC പവർ ഇൻറ്റു DC പവർ, DC പവർ ഇൻറ്റു AC, മെക്കാനിക്കൽ പവർ ഇൻറ്റു AC, നൺ ഓഫ് ദി എബോ. ഏതാണ് ആൻ ഓസിലേറ്റർ എന്ന് പറയുന്നത്? ആൻ ഓസിലേറ്റർ കൺവേർട്സ് DC പവർ ഇൻറ്റു AC പവർ ആണ്. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ആൻ LC ട്രാൻസിസ്റ്റർ ഓസിലേറ്റർ ദ ആക്റ്റീവ് ഡിവൈസ് ഈസ്, ഇൻ ആൻ LC ട്രാൻസിസ്റ്റർ ഓസിലേറ്ററിലെ ആക്റ്റീവ് ഡിവൈസ് ഈസ് LC ടാങ്ക് സർക്യൂട്ട്, ബയാസിംഗ് സർക്യൂട്ട്, ട്രാൻസിസ്റ്റർ, നൺ ഓഫ് ദി എബോ. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റർ ഒക്കെ പഠിക്കാനുണ്ട്. അതിൽ LC ട്രാൻസിസ്റ്റർ ഓസിലേറ്ററിൽ ആക്റ്റീവ് ഡിവൈസ് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ആണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ആൻ LC സർക്യൂട്ട് വെൻ ദ കപ്പാസിറ്റർ എനർജി എന്ന് പറഞ്ഞാൽ മാക്സിമം ആണെങ്കിൽ ഇൻഡക്റ്റർ എനർജി എന്തായിരിക്കും? മിനിമം ആണോ, മാക്സിമം ആണോ, ഹാഫ് ആണോ? അത് നൺ ഓഫ് ദി എബോ. ഇറ്റ് ഈസ് ഓപ്ഷൻ A ആണ്, മിനിമം ആണ് വരുന്നത്. കപ്പാസിറ്റർ എനർജി മാക്സിമം ആണെങ്കിൽ ഇൻഡക്റ്റർ എനർജി മിനിമം ആയിരിക്കും. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ LC ഓസിലേറ്റർ ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേറ്റർ ഈസ് ഡാഷ് L or C. ഇപ്പോൾ ഒരു ഫോർമുല ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആണോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആണോ, അത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി വാല്യൂസ് ആണോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ D ആണ് വരുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് L or C ആണ്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ എഫക്ട് ഓഫ് ഇൻക്രീസിങ് ഗേറ്റിംഗ് ആംഗിൾ ഇൻ എ തൈറിസ്റ്ററൈസ്ഡ് കൺട്രോൾ റെക്ടിഫയർ. തൈറിസ്റ്ററൈസ്ഡ് കൺട്രോൾ റെക്ടിഫയറിൽ നമ്മുടെ ഗേറ്റിംഗ് ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്ന എഫക്ട് എന്താണ്? ടു ഡിക്രീസ് പവർ ലോസ് ഇൻ തൈറിസ്റ്റർ കൺട്രോളർ, ടു ഡിക്രീസ് പവർ ലോസ് ഇൻ ദ റിയാക്ടർ, ടു മേക്ക് കറണ്ട് വേവ് ഫോർ ലെസ് സൈനസോഡൽ, ഓൾ ഓഫ് ദി എബോ. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ D ആണ്, ഓൾ ഓഫ് ദി എബോ ആണ് വരുന്നത്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇനേർഷ്യ കോൺസ്റ്റന്റ് H ഓഫ് എ സിംഗർനസ് കണ്ടൻസറിന് ഇനേർഷ്യ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രോ ജനറേറ്റർ ആണോ, ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ടർബോ ഓൾട്ടർനേറ്റർ ആണോ, ഈക്വൽ ടു ദാറ്റ് ഓഫ് ടർബോ ഓൾട്ടർനേറ്റർ ആണോ, നൺ ഓഫ് ദി എബോ. ഓപ്ഷൻ D ആണ്, നൺ ഓഫ് ദി എബോ. ഈ ഓപ്ഷൻസ് ഒന്നും കറക്റ്റ് അല്ല. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദി എഫക്ട് ഓഫ് സീരീസ് കപ്പാസിറ്റൻസ് കോമ്പൻസേഷൻ ഈസ്. സീരീസ് കപ്പാസിറ്റൻസ് കോമ്പൻസേഷൻ എഫക്ട് എന്ന് പറയുന്നത് ടു ഡിക്രീസ് ദ വെർച്വൽ സർജ് ഇമ്പിഡൻസ് ആണോ, ടു ഡിക്രീസ് ദി എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദി ലൈൻ ആണോ, ടു ഇൻക്രീസ് വെർച്വൽ സർജ് ഇമ്പിഡൻസ് ലോഡിംഗ്, ഓൾ ഓഫ് ദി എബോ. ഇറ്റ് ഈസ് ഓപ്ഷൻ D ആണ്, എല്ലാം വരുന്നത്, എല്ലാ എഫക്റ്റും വരുന്നുണ്ട്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ അയൺ ലോസ് ആൻഡ് ഫുൾ ലോഡ് കോപ്പർ ലോസ് ആർ ഗിവൺ
then the load at which the efficiency of a transformer is maximum is given by. ഇപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അയൺ ലോസും ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്നിട്ടുണ്ടെങ്കിൽ ലോഡ് അറ്റ് വിച്ച് എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ മാക്സിമം ആവുന്ന ഏതാണ്? ദിസ് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഫുൾ ലോഡ് ഇൻറ്റു റൂട്ട് ഓഫ് അയൺ ലോസ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് അതിൻ്റെ അകത്ത് തന്നെ ഫുൾ ലോഡ് കോപ്പർ ലോസും വരുന്നുണ്ട്. ഈ ഫോമിൽ പഠിക്കുക, ഇത് റിലേറ്റ് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അടുത്ത 9ാമത്തെ ഒരു പ്രോബ്ലമാണ്. The load on 3 impedance, each 6 plus J9 is supplied through a line having an impedance of 1 plus J2 ohm. The supply voltage is 400 volt 50 hertz. Determine the line current. ഓക്കെ, ഇപ്പോൾ ഒരു ലോഡ് ഇമ്പിഡൻസ് എന്നിട്ടുണ്ട് 6 പ്ലസ് J9 ആണ്. ലൈൻ ഇമ്പിഡൻസ് എന്നിട്ടുണ്ട് 1 പ്ലസ് J2 ആണ്. അപ്പോൾ ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 7 പ്ലസ് J11 കിട്ടും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 7² പ്ലസ് 11² ചെയ്യുക. അന്നേരം നമുക്ക് 13.038 കിട്ടും. ക്വസ്റ്റിനിൽ സപ്ലൈ വോൾട്ടേജ് എന്നിട്ടുണ്ട് 400. നമുക്ക് ലൈൻ കറണ്ട് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ലൈൻ കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? 400 ഡിവൈഡ് ബൈ ലൈൻ കറണ്ട് ആണ്. അപ്പം അതിനെ നമുക്ക് √3 കൊണ്ടുപോകാൻ ഡിവൈഡ് ചെയ്യണം. ഇൻറ്റു നമ്മുടെ ടോട്ടൽ ഇമ്പിഡൻസ് ചെയ്യാം. ഓക്കെ, വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇമ്പിഡൻസ്. ഇപ്പോൾ ഫോമുല ചെയ്യുമ്പോൾ നമുക്ക് 17.7 ഓപ്ഷൻ എ ആണ് വരുന്നത് ആൻസർ. ഓക്കെ, ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കാറോ? ഇമ്പിഡൻസ് ഇൻ ദ ഫോം ഓഫ് കോംപ്ലക്സ് ഫോമിൽ തന്നിട്ടും ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് എക്സാമിന്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ 1 second ഇൻ ആൻ ഇൻഡക്ടർ വൈൽ ക്യാരിങ് കറണ്ട് I equal to 20 plus 10t, where t is the time in seconds where if the electromotive force induced in the coil due to self induction is 40 millivolt. ഓക്കെ, നമുക്ക് എനർജി സ്റ്റോർഡ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇൻഡക്ടറിൻ്റെ ആണ്. അപ്പോൾ എനർജി നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് എനർജി ഈക്വൽ ടു ഹാഫ് Li² ആണ്. ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 40 millivolt ആണ്. I നമുക്കൊരു ഇക്വേഷനായിട്ട് തന്നിട്ടുണ്ട് 20 plus 10 IT ആണ്. അപ്പോൾ നമുക്ക് di/dt ഇതിൽ കണ്ടുപിടിക്കാം. അപ്പോൾ 10 കിട്ടും. നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, E = L × di/dt. അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് L കണ്ടുപിടിക്കാം. L = E / di/dt. എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് 4 മില്ലി ഹെൻറി കിട്ടും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റൻ വെച്ചിട്ട് എന്താണ്? അറ്റ് വാട്ട് ഇസ് ദ എനർജി സ്റ്റോർഡ് ഇൻ 1 second ആണ്. ഇൻ ആൻ ഇൻഡക്ടർ ആണ്. അപ്പോൾ അറ്റ് t = 1 second നമ്മുടെ കറണ്ട് I = 30 ആംപിയറിലാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ഈസ് ഗിവൺ ബൈ ഹാഫ് Li². അപ്പം വാല്യൂസ് എല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് കിട്ടും നമ്മുടെ കറണ്ട് ഇവിടെ ടിയുടെ വാല്യൂ നമ്മൾ t = 1 ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് I = 30 ആംപിയർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1.8 ജൂൾസ് കിട്ടും. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇതും ഈ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. 11ാമത്തെ ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ഡിസ്ക് ഇൻ എ സ്ട്രിങ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ഫോർ 220 kV AC ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻ ലൈസ് ഇൻ ദ റേഞ്ച് ഓഫ്. ഇതാണ് നമ്പർ ഓഫ് ഡിസ്ക് ഇൻ എ സ്ട്രിങ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ഫോർ 220 kV AC ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻസ് ലൈസ് ഇൻ ദ റേഞ്ച് ഓഫ്. ഇതിലാണ് വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. 15 to 16 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ സിംഗിൾ കോർ കേബിൾ ഈസ് 200 മെഗാ ഓം പെർ കിലോമീറ്റർ ആണ്. ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഫോർ 5 കിലോമീറ്റർ ലെങ്ത്. ഈ പ്രോബ്ലം ചോദിച്ച് കണ്ടിട്ടുണ്ട്. 40 മെഗാ ഓം ആണോ, 1000 ആണോ, 200 ആണോ, 8 മെഗാ ഓം ആണോ? അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത്, നമ്മുടെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു 1/ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ ഇത് 1/ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാമല്ലോ, R2/R1 = L2/L1 എന്ന് എഴുതാം. ഓക്കെ, രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. L1/L2 ആണ്, ഇൻവേഴ്സ്ലി അല്ല. അപ്പോൾ R2/R1 = L1/L2. ഓക്കെ, ഇതിനെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഫോർ 5 കിലോമീറ്റർ R2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് വേറെ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. L1 എത്രയാണ്? 200 മെഗാ ഓം പെർ കിലോമീറ്റർ ആണ്. പെർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ L1 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാം L1 × R1 / L2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ L1 എന്ന് പറയുമ്പോൾ 1 ആണ്. R1 എത്ര തന്നിട്ടുണ്ട്? ക്വസ്റ്റനിൽ 200 ആണ്. ഡിവൈഡ് ബൈ L2 എത്രയാണ്? 5 കിലോമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ വന്നിട്ട് എത്ര കിട്ടും? ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കി ആൻസർ പറയാം. 40 ആണോ? ഏതാണ് വരുന്നത് ആൻസർ ആയിട്ട്? ഓപ്ഷൻ എ ആണ്, 40 ആണ് വരുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ കേബിൾ ഓഫ് ലെങ്ത് 10 കിലോമീറ്റർ ഈസ് 1 മെഗാ ഓം. ഇത് റെസിസ്റ്റൻസ് ഫോർ 50 കിലോമീറ്റർ ലെങ്തും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, സെയിം ഫോമുല തന്നെയാണ് യൂസ് ചെയ്യുന്നത്. R2 തന്നെയാണ് കണ്ടുപിടിക്കാനുള്ളത്. പക്ഷേ നമുക്കിവിടെ L എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? L1 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 10 കിലോമീറ്റർ എന്ന് എടുത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L1 എന്ന് പറഞ്ഞാൽ 10, റെസിസ്റ്റൻസ് 1 മെഗാ ഓം ആണ്. 10 × 1 ഡിവൈഡ് ബൈ L2 എത്രയാണ്? 50. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് R2 വന്നിട്ട് വാല്യൂസ് വന്നിട്ട് 0.2 മെഗാ ഓം കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ബൈ യൂസിങ് ബണ്ടിൽ കണ്ടക്ടേഴ്സ് ഇൻ ആൻ ഓവർഹെഡ് ലൈൻ ദ കൊറോണ ലോസ് ഇസ് റെഡ്യൂസ്ഡ്. ഇപ്പോൾ ബണ്ടിൽ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കൊറോണ ലോസ് കുറയ്ക്കാൻ പറ്റും. ബണ്ടിൽ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്ന വഴി ഇൻഡക്റ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ കൂട്ടി കപ്പാസിറ്റൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കൊറോണ ലോസ് കോസസ് ഇൻ്റർഫിയറൻസ് ഇൻ അഡ്ജോയിനിങ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുള്ളത്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് ബൈ യൂസിങ് ബണ്ടിൽ കണ്ടക്ടേഴ്സ് ഇൻ ആൻ ഓവർഹെഡ് ലൈൻ കൊറോണ ലോസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ കൊറോണ ലോസ് കോസസ് ഇൻ്റർഫിയറൻസ് ഇൻ ദ അഡ്ജോയിനിങ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ്. 1ഉം 3 ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്.
അടുത്ത 2 ക്വസ്റ്റ്യൻസ് നോക്കുക. 15ഉം 16ഉം നല്ലൊരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ മോഡലിലെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് ഇനി വരുന്ന എക്സാംസിന്. നിങ്ങളിതും പഠിക്കാം. ഇപ്പോൾ മാച്ച് ദ ഫോളോയിങ് പോലെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് ലിസ്റ്റിൽ ബസ് ടൈപ്പും രണ്ടാമത്തിൽ പെയർ ഓഫ് വേരിയബിൾസും തന്നിട്ടുണ്ട്. അപ്പം ഏതൊക്കെയാണ്? ലോഡ് ബസ്സും ജനറേറ്റർ ബസ്സും സ്ലാക്ക് ബസ്സും ആണ്. അതിൻ്റെ പെയർ ഓഫ് വേരിയബിൾസ്, അതായത് നോൺ വേരിയബിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കാം. പിയും വിയും പിയും ക്യൂവും വിയും ലോഡ് ആംഗിളും, ആക്റ്റീവ് പവറും അതുപോലെ തന്നെ നമ്മുടെ റിയാക്റ്റീവ് പവറും വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡും ലോഡ് ആംഗിളും. അപ്പോൾ ഇത് ഏതൊക്കെ ബസ് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ലോഡ് ബസ് ഇപ്പം ഏതാണ്? ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, സി ആണോ, ഡി ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലോഡ് ബസ് ആണ് ഏതാണ് വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അതായത് നമ്മുടെ ജനറേറ്റർ ബസ് ആണെങ്കിൽ അതിൻ്റെ നോൺ വാല്യൂസ് എന്ന് പറയുന്നത് പിയും വിയും ആണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ബി എന്ന് പറഞ്ഞാൽ ജനറേറ്റർ ബസ് അല്ല, ലോഡ് ബസ്. ഓപ്ഷൻ ഇവിടെ നമുക്ക് നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. എ ബി സി എന്ന് ഓൾറെഡി മോൾ തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ ലോഡ് ബസ്, ബി ജനറേറ്റർ ബസ്, സി സ്ലാഗ് ബസ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ലോഡ് ബസ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 2 ആണ് വരുന്നത്. പിയും ക്യൂ ആണ് വരുന്നത് ലോഡ് ബസ്സിന്. ബി ആകുമ്പോൾ ജനറേറ്റർ ബസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 1. അപ്പോൾ പിയും വി ആണ് വരുന്നത്. സ്ലാഗ് ബസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3. ഇപ്പം വോൾട്ടേജും ലോഡ് ആംഗിളും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, അതും നമുക്ക് ഇതുപോലെ തന്നെയാണ്, മാച്ച് ദ ഫോളോയിങ് പോലെയാണ്. റിലേസും പെട്ടെന്ന് ഇപ്പർ സൈഡ് പ്രൊട്ടക്ഷനും. ഇതിൽ നമ്മുടെ ചോദിച്ചിട്ടുള്ളത് ബുഷോസ് റിലേ ഉണ്ട്, ട്രാൻസ്ലേ റിലേ ഉണ്ട്, കരിയർ കറണ്ട് ഫേസ് കമ്പാരിസൺ റിലേ ഉണ്ട്, ഡയറക്ഷണൽ ഓവർ കറണ്ട് റിലേ ഉണ്ട്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഏതാണ് ചോദിച്ചിട്ടുള്ളത്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് നമ്മുടെ ബുഷോസ് റിലേയിൽ ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യും, ട്രാൻസ് റിലേയിൽ ഫീഡർ യൂസ് ചെയ്യും, കരിയർ കറണ്ട് ഫേസ് കമ്പാരിസൺ റിലേയിൽ ലോങ് ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈന്, ഡയറക്ഷണൽ ഓവർ കറണ്ട് റിലേയിൽ റിംഗ് മെയിൻ ഡിസ്ട്രിബ്യൂട്ടർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എക്സാംസിന്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, ദ പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആർ ജനറലി നോട്ട് യൂസ്ഡ് ഫോർ ദ വോൾട്ടേജ് റേഞ്ച് എക്സീഡിങ് പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ഇറ്റ്സ് നോട്ട് യൂസ്ഡ്. ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, 33 kV. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, ഷണ്ട് ഫോൾട്ട് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻക്രീസ് ഇൻ കറണ്ട് ആണോ, ഫ്രീക്വൻസി ആണോ, പവർ ഫാക്ടർ ആണോ, ഇൻക്രീസ് ഇൻ കറണ്ട് റിഡക്ഷൻ ഇൻ ഫ്രീക്വൻസി പവർ ഫാക്ടർ ആണോ, ഇൻക്രീസ് ഇൻ കറണ്ട് ഫ്രീക്വൻസി ബട്ട് റിഡക്ഷൻ ഇൻ പവർ ഫാക്ടർ ആണോ? ഏതാണ് വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇൻക്രീസ് ഇൻ കറണ്ട് റിഡക്ഷൻ ഇൻ ഫ്രീക്വൻസി ആൻഡ് പവർ ഫാക്ടർ ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ മെഷറിംഗ് പോസിറ്റീവ് നെഗറ്റീവ് ആൻഡ് സീറോ സീക്വൻസ് വോൾട്ടേജ് ഇൻ സിസ്റ്റം ദ റെഫറൻസ് ഈസ് ടേക്കൺ ആസ്. നമ്മൾ ഏതാണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്. അത് ഏതെങ്കിലും എടുക്കുന്നുണ്ടോ? ന്യൂട്രൽ ഓഫ് ദ സിസ്റ്റം എടുക്കുന്നുണ്ടോ, ഗ്രൗണ്ട് എടുക്കുന്നുണ്ടോ, ഫോർ സീറോ സീക്വൻസ് ന്യൂട്രൽ ആൻഡ് പോസിറ്റീവ്, ഫോർ നെഗറ്റീവ് ആൻഡ് ഗ്രൗണ്ട് എടുക്കുന്നുണ്ടോ? മെഷറിംഗ് പോസിറ്റീവും നെഗറ്റീവും സീറോ സീക്വൻസ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് ഏതാണെന്ന്? ഇതൊന്നുമില്ല, വൺ ഓഫ് ദി എബോ ആണ് വരുന്നത്. ദ മോസ്റ്റ് എക്കണോമിക് ലോഡ് ഓൺ ഓവർഹെഡ് ലൈനിലെ മോസ്റ്റ് എക്കണോമിക് ലോഡ് ഏതാണ്? ഇറ്റ് ഈസ് എന്ന് പറയാം, ആ ലോഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ നാച്ചുറൽ ലോഡിനെക്കാട്ടിയും കൂടുതലായിരിക്കും. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് എക്കണോമിക് ലോഡ് ആണ് അണ്ടർഗ്രൗണ്ട് കേബിളിലുള്ളത് ഏതാണ്? എക്കണോമിക് ലോഡ് ഏതാണ് അണ്ടർഗ്രൗണ്ട് കേബിളിലായിട്ട്? ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഇസ് ലെസ് ദാൻ സർജ് ലോഡിനെക്കാട്ടിയും കുറവായിരിക്കും, ലെസ് ദാൻ സർജ് ലോഡിങ്. അടുത്ത 22, ഫോർ എ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ഫോർ എ പർട്ടിക്കുലർ റിസീവിംഗ് എൻഡ് വോൾട്ടേജ് വെൻ സെൻഡിങ് എൻഡ് വോൾട്ടേജ് ഈസ് കാൽക്കുലേറ്റഡ് ഇറ്റ് ഈസ് മോർ ദാൻ ദ ആക്ച്വൽ വാല്യൂ വെൻ കാൽക്കുലേറ്റഡ് ബൈ. അപ്പോൾ ഏത് മെത്തേഡാണ്? നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഒക്കെ പഠിക്കാനുണ്ട്. ഏത് മെത്തേഡിലാണ് ഈ ഒരു പറയുന്ന റിസീവിംഗ് എൻഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്? വെൻ സെൻഡിങ് എൻഡ് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ മോർ ദാൻ ദി ആക്ച്വൽ വാല്യൂ വെൻ കാൽക്കുലേറ്റഡ് ആണെങ്കിൽ ഏത് മെത്തേഡാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, നോമിനൽ പൈ മെത്തേഡാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പെർ യൂണിറ്റ് ഇംപെഡൻസ് വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റർ കറസ്പോണ്ടിങ് ബേസ് വാല്യൂസ് 13.2 kV and 30 MVA is 0.2 per unit. The per unit value for the base value is 13.8 kV and 50 MVA base will be. Okay, ഡയറക്റ്റ് നമ്മുടെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇസെഡ് പെർ യൂണിറ്റ് ന്യൂ ഈക്വൽ ടു എന്താണ്? ഇസെഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു MVA ബേസ് ഡിവൈഡഡ് ബൈ MVA ബേസ് ഓൾഡ്. ഇവിടെ MVA ബേസ് ന്യൂ ഉണ്ട്, ഓൾഡും ഉണ്ട്, ഇൻറ്റു എന്താണ് ഇവിടെ ഏതാണ് ബാക്കി? KVA ബേസ് ഓൾഡ് ഡിവൈഡഡ് ബൈ KVA ബേസ് ന്യൂ. ഓക്കെ, ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഈ ഫോർമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം തന്നിട്ടുണ്ട്. ഇസെഡ് പെർ യൂണിറ്റ് ഓൾഡ് ഈക്വൽ ഇസെഡ് പെർ യൂണിറ്റ് ന്യൂ എന്ന് പറയുന്നത് ഇസെഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു MVA ബേസ് ന്യൂ ഡിവൈഡ് ബൈ MVA ബേസ് ഓൾഡ് ഇൻറ്റു KVA ബേസ് ഓൾഡ് ഡിവൈഡ് ബൈ KVA ബേസ് ന്യൂ ദ ഹോൾ സ്ക്വയർ ആണ് ഫോർമുല. ഓക്കെ, ഇത് നമുക്ക് ഇസെഡ് പെർ യൂണിറ്റ് ഓൾഡ് എന്ന് പറഞ്ഞാൽ 0.2 ആണ്, MVA ബേസ് ന്യൂ 50 ആണ്, MVA ബേസ് ഓൾഡ് എന്ന് പറയുന്നത് 30 ആണ്, KVA ബേസ് ഓൾഡ് എന്ന് പറയുന്നത് 13.2 ആണ്, KVA ബേസ് ന്യൂ എന്ന് പറഞ്ഞാൽ 13.8. അപ്പോൾ 13.2 ഡിവൈഡ് ബൈ 13.8 ഹോൾ സ്ക്വയർ ചെയ്ത് നോക്കാം. ആൻസർ വന്നിട്ട് 0.305 കിട്ടും, അപ്രോക്സിമേറ്റ്ലി 306. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കൂ. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ദി സെയിം റപ്ചറിങ് കപ്പാസിറ്റി ദ ആക്ച്വൽ കറണ്ട് ടു ബി ഇൻറ്ററപ്റ്റഡ് ബൈ ആൻ HRC ഫ്യൂസ് എന്ന് പറയുന്നത്
ഫോർ ദ സെയിം റപ്ചറിങ് കപ്പാസിറ്റി ദ ആക്ച്വൽ കറണ്ട് ടു ബി ഇൻഡക്റ്റഡ് ബൈ എൻ HRC ഫ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്. ഇറ്റ് ഈസ് മച്ച് ലെസ് ദാൻ എനി സർക്യൂട്ട് ബ്രേക്കർ ആണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, the stability of an arc in vacuum depends on the contact material only, the contact material and its vapor pressure, the circuit parameters only, the combination of B and C. ഏതാണ് അറിയുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ ബിയും സിയും വരും. കോണ്ടാക്ട് മെറ്റീരിയലും അതിൻ്റെ വേപ്പർ പ്രഷറും വരുന്നുണ്ട്. അതുപോലെ തന്നെ സർക്യൂട്ട് പാരാമീറ്റേഴ്സിനെയും ദ സ്റ്റെബിലിറ്റി ഓഫ് ആർക്ക് ഇൻ വാക്വം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പം എല്ലാവരും പ്രോബ്ലംസ് ഒക്കെ എഴുതി പഠിക്കാം. ഓക്കെ, താങ്ക് യു.